ഇന്നലത്തെ എപ്പിസോഡിനകത്ത് സാബു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് വിയോജിപ്പുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലാലേട്ടൻ ചോദിക്കുന്നു, എന്താണ് ഇവർക്ക് ഒരു ഗെയിമിനെ ഗെയിമായി കാണാൻ പറ്റാത്തത് സാബു എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ സാബു പറയുന്നു, ഇവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല, സ്നേഹമില്ല, ആത്മബന്ധമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യന്മാരൊരു സമൂഹത്തിൽ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. വിശ്വസിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. വിശ്വാസവഞ്ചന കാണിച്ചാൽ അവരെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നിങ്ങനെ പറയുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് വേണ്ട ഒരു മസാല മിക്സ് ഉണ്ട്. ആ മസാല മിക്സ് പ്രോപ്പർ ആയിട്ടുള്ളവരെയാണ് നമ്മൾ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓരോരുത്തരുമായിട്ട് പടവെട്ടി യുദ്ധഭൂമിയിൽ അവരെ അരിഞ്ഞ് വീഴ്ത്തി മുന്നോട്ട് പോയി അവസാനം നിൽക്കുന്ന ആള് ജയിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇതിന്റെ കൂട്ടത്തിൽ മറ്റേ മസാല മിക്സും വേണം. പ്രേക്ഷകരെ കൂടെ മനസ്സിലാക്കി പ്രേക്ഷകർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ പഠിക്കണം. കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനും പഠിക്കണം. ഇതൊരു മോഡേൺ ഡേ കൊളോസിയമാണ്. അതാണ് സാബു മനസ്സിലാക്കേണ്ടത്. കൊളോസിയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പണ്ട് റോമൻ സാമ്രാജ്യത്തിൽ ഒരു വിനോദമായിരുന്നു ഈ ഒരു സംഭവം. ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, അടുത്ത് കണ്ടാൽ മതി. ഈ പറയുന്ന കൊളോസിയം എന്ന ആ ഒരു ബിൽഡിങ്ങിൽ മല്ലന്മാര് വന്ന് മല്ലയുദ്ധം നടത്തി എതിരെ നിൽക്കുന്നവരെ ഏത് വിധേനയും അടിച്ചു കൊല്ലണം. അതിൽ ജയിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം കൊടുക്കുമായിരുന്നു രാജാക്കന്മാര് പണ്ട്. ആ രീതിയിലുള്ള ഒരു മോഡേൺ ഡേ പരിപാടിയാണ് ബിഗ് ബോസ് എന്നുള്ളത്. ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നന്മയ്ക്കും നീതിക്കും ന്യായത്തിനും ഒന്നും ഇതിലൊരു പ്രസക്തിയുമില്ല. ഈ ഒരു ഫോർമാറ്റിന്റെയും ലോഗോയുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അതിൽ സാത്താൻ സേവ അടക്കമുള്ള ഒരുപാട് നെഗറ്റിവിറ്റി നിറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കണ്ടുകിട്ടും. അതുകൊണ്ട് ആ രീതിയിൽ നെഗറ്റിവിറ്റി ഉള്ള ഒരു ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യായാമത്തെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സ്നേഹമില്ല എന്നൊക്കെ പറയുന്നത് എന്തിനെ സ്നേഹിക്കണം? സ്നേഹവും സാഹോദര്യവും ഒക്കെ പോലത്തെ സോഷ്യൽ മെസ്സേജ് കാണാനാണെങ്കിൽ വല്ല സിനിമ എടുത്ത് കണ്ടാൽ പോരെ. ലാലേട്ടൻ പറയുന്ന പോലെ ദിസ് ഇസ് എ സ്ട്രേഞ്ച് ഗെയിം. ഇതൊരു വിചിത്രമായ കളിയാണ്. ഇതിൽ തമ്മിത്തല്ലും കുത്തിത്തിരിപ്പും പരദൂഷണവും യുദ്ധവും ഏഷണിയും വഴക്കും ഒന്നും അല്ലാതെ പ്രേക്ഷകർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുന്തവും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ഷോയെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടും സാബു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പുള്ളി സോബറായിട്ടിരുന്നാണോ സംസാരിച്ചതെന്ന് വരെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നല്ല പച്ചക്കിരുന്നാണോ സംസാരിച്ചത് നല്ല ഡൗട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് പുള്ളി പല കാര്യങ്ങളും പറഞ്ഞത്. ഒരു രണ്ടെണ്ണം അടിച്ചിരിക്കുന്ന പോലെയാണ് പുള്ളി പറഞ്ഞത്. അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം സാബുവിനുണ്ടായ എക്സ്പീരിയൻസ് ആണ് പുള്ളി പങ്കുവെച്ചത് ആ ഒരു ഹോട്ടലിൽ പോയിട്ട്. അതിൽ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്. ഈ ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കൊമറാഡറിയെ കുറിച്ചുള്ള ഡയലോഗ് മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ക്രിഞ്ച് അടിച്ചു. ഫസ്റ്റ് സീസൺ വിജയിച്ച ഒരു മനുഷ്യനാണ് ഇതിന് സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഈ പുള്ളി സ്നേഹിച്ചു ആരെയും? ഈ പുള്ളി ഫസ്റ്റ് സീസണിൽ സ്നേഹിച്ചാണോ ജയിച്ചത്? ഈ പുള്ളി ഒരു പെണ്ണിന്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെരിച്ച് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിട്ടാണ് ഈ പുള്ളി ജയിച്ചത് ഫസ്റ്റ് സീസണ്. എന്നിട്ടാണ് സ്നേഹത്തെ കുറിച്ച് കൊണകൊണ അടിക്കുന്നത്.